ഓക്കെ ബ്രോ. അപ്പം കറക്റ്റ് സർവീസിന് അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഈ വണ്ടി നമ്മൾ കസ്റ്റമർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുക. ഓട്ടോ കേട്ടനും അതും സിംഗിൾ ഓണർ വണ്ടിയാണ്. നമുക്കൊരു 52,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. 59 ഈ വണ്ടി നമുക്ക് ഫൈനൽ ഒരു 88,000 രൂപയ്ക്ക് കൊടുക്കാം. വണ്ടി നമുക്കൊരു 1,15,000 കൊടുക്കാം കസ്റ്റമർക്ക്. നല്ലൊരു ബഡ്ജറ്റ് കാറാണ്, ധൈര്യമായിട്ട് എടുക്കാം. വേറെ ഫൈനൽ വെറും 1,90,000 രൂപയ്ക്ക് കൊടുക്കാം. ഏറ്റവും കുറച്ചാണ് പ്രൈസ് പറയുന്നത്. ഹിസ്റ്ററി ചെക്ക് ചെയ്യാം. ഈ വണ്ടി നമുക്ക് വെറും ഒരു 1,60,000 രൂപ ഫൈനൽ കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാം. ഈ വണ്ടി ടയർ ഫ്രണ്ട് പുതിയ ടയറാണ്. ഈ വണ്ടി നമുക്ക് പുതിയ ഇൻഷുറൻസ് എടുത്ത് വെറും 97,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 97,000 രൂപ ചോദിക്കുന്നുണ്ട്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളത് കാർ ബസാറിലാണ്. നമ്മളെ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി ഇവിടെ ചെയ്തിട്ട്. ഇപ്പോൾ നെയ്യാറ്റിങ്കര, ട്രിവാൻഡ്രം നെയ്യാറ്റിങ്കരയിലെ ഏറ്റവും വലിയ ഷോറൂമാണ് കാർ ബസാർ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം. നെയ്യാറ്റിങ്കര കഴിഞ്ഞിട്ട് പാറശാല പോകുന്ന വഴിക്ക് ഇടത് സൈഡിലാണ് കാർ ബസാർ. നമ്മുടെ വിഷ്ണു ബ്രോ ഉണ്ട്. വീഡിയോയുടെ സ്വാഗതം. ഓക്കെ, നമ്മൾ വീഡിയോ ഒരു കുറച്ച് ദിവസമായില്ലേ? കുറേ ദിവസമായി, ഏകദേശം ഒരു 6-7 മാസം. അപ്പോൾ ഇവിടെ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോക്ക് വന്നിട്ടുണ്ടല്ലേ? എല്ലാത്തരം വണ്ടികളുടെ കളക്ഷൻ ഉണ്ടല്ലോ? എല്ലാം ഉണ്ട്. 50,000 രൂപ മുതൽ 15,00,000 രൂപ വണ്ടികളെല്ലാം എല്ലാത്തരം വണ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ ലോൺ ചെയ്യുന്ന 7 വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ലോൺ 2012 മുതൽ 12 അവൈലബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടെ പറയാം. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര നേരെ കഴിഞ്ഞിട്ട് അമരവള പോകുന്ന വഴി ജസ്റ്റ് കുറച്ച് ദൂരമുള്ളൂ നെയ്യാറ്റിങ്കരയിൽ. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെടും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നേരെ 2005 മോഡൽ MBFI ഒമിനിയാണ്. MBFI വണ്ടിയാണ്. അതെ, ഇനി ഒരു 6-7 മാസം കൂടെ ഈ വണ്ടിയിൽ പേപ്പറുണ്ട്. ഇൻഷുറൻസ് നമ്മൾ പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. നമുക്ക് ഓക്കെ, പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. ടയറൊക്കെ കൊള്ളാം അല്ലേ? ടയറിലെങ്കിലും ബാക്കിൽ 2 ടയർ ആവറേജ് ആണ്. ഫ്രണ്ടിലാവുള്ള പിന്നെ ബോഡിയിൽ ആവറേജ് ചെറിയ പെയിന്റിങ്ങിന്റെ മങ്ങൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പെയിന്റിങ്ങിന്റെ ഇതേ ഉള്ളൂ കേട്ടോ, പാച്ച് വർക്ക് അങ്ങനെ ഒന്നുമില്ല. പാച്ച് വർക്ക് പക്ഷേ സാധനങ്ങൾ എടുത്ത് അടിക്കാനും ഒക്കെ അത്യാവശ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ കച്ചവടക്കാർക്ക് ഉപയോഗിക്കാം അല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ, ഇന്റീരിയറും ഈ പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ സാധനങ്ങളൊക്കെ കൊണ്ട് റൂട്ട് സൈഡിൽ നടക്കുന്നവർക്ക് നല്ലതല്ലേ? വണ്ടി നമുക്കൊരു 52,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. 52,000 രൂപ കൊടുക്കാം. 2005 വണ്ടിയാണ്. എഞ്ചിൻ കണ്ടീഷൻ കംപ്ലൈന്റ് പുകയുടെ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മെക്കാനിക്കൽ ഭാഗം മറ്റു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മൈലേജ് ഒരു 15-16 മൈലേജ് ആറേഞ്ച് കിട്ടും. ഷുവർ. അടുത്ത വണ്ടി നമ്മുടെ മാരുതി എസ്റ്റിലോ. മാരുതി സെൻ എസ്റ്റിലോ ആണ്. സെൻ എസ്റ്റിലോ വണ്ടി. ഈ വണ്ടി വരുമ്പോൾ 2009 മോഡലാണ് വണ്ടി വരുന്നത്. 9 വണ്ടി. ഇതും 2029 വരെ പേപ്പർ വാങ്ങൽ ക്ലിയർ ആണ്. തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 72,000 കിലോമീറ്റർ റണ്ണായിട്ടുണ്ട്. ഓക്കെ, വണ്ടിയാണ്. തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 72,000 കിലോമീറ്റർ വണ്ടി റണ്ണായിട്ടുണ്ട്. ഓക്കെ, പിന്നെ പെയിന്റിങ് ചെറിയൊരു പൊരിച്ചിൻ്റെ സൈഡിലുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും മേജറായിട്ട് കണ്ടില്ല. ഇത് ബ്ലാക്ക് അല്ലേ, അപ്പോൾ ചെറിയ സ്ക്രാച്ച് ആയാലും കറക്റ്റ് അറിയാൻ പറ്റും. ടയർ കണ്ടീഷൻ ആയാലും കുഴപ്പമില്ല, നല്ല കണ്ടീഷനുണ്ട്. ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. LXA ആണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ. ഇന്റീരിയർ കണ്ടീഷൻ, സീറ്റ് കവർ ഉണ്ട്, കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. 2 ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ, AC വർക്കിംഗ് ആണല്ലോ. AC വർക്കിംഗ്, AC വർക്കിംഗ്, എല്ലാം വർക്കിംഗ് വണ്ടി. കണ്ടീഷൻ വണ്ടി. കണ്ടീഷൻ വണ്ടി. ബ്ലാക്ക് ആവുമ്പോൾ ചെറിയ സ്ക്രാച്ചസ് ഒന്നും പെട്ടെന്ന് അറിയാൻ പറ്റും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ടയർ കണ്ടീഷൻ 4 ഗുഡ് കണ്ടീഷനാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക് 2009 വണ്ടി? ഈ വണ്ടി നമുക്ക് ഫൈനൽ ഒരു 88,000 രൂപയ്ക്ക് കൊടുക്കാം. 88,000 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ, 2009 വണ്ടി. 5 വർഷം 4 വർഷം പേപ്പറുണ്ട്. 29 വരെ പേപ്പർ വരുന്നുണ്ട്. 88,000 രൂപ. അടുത്ത വണ്ടി ഓട്ടോ കേട്ടൻ 2013 മോഡൽ ഓട്ടോ കേട്ടൻ LXI സിംഗിൾ ഓണർഷിപ്പ്. 42,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 42,000 കിലോമീറ്റർ ആണോ? ജെനുവിൻ കിലോമീറ്റർ ആണ്. വിത്ത് കമ്പനി സർവീസ് റെക്കോർഡാണ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. കമ്പനി സർവീസ് ആണ് അല്ലേ? അതെ, വണ്ടി നീറ്റാണ് കേട്ടോ. വേറെ സ്ക്രാച്ചസ് ഒന്നുമില്ല. ഡെന്റോ സ്ക്രാച്ചോ കാര്യങ്ങളങ്ങനെ ഒന്നുമില്ല. ചെറിയ സ്ക്രാച്ച് മൈന്യൂട്ട്, ചെറിയ ടൈലാകുമ്പോൾ ചെറിയ ക്രാക്കുണ്ട്. വേറെ പ്രശ്നമൊന്നും കണ്ടില്ല. ഇന്റീരിയർ നോക്കുമ്പോൾ സീറ്റ് കവറുണ്ട്, വെൽ മെയിൻറ്റൈൻ ആണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ബാക്ക് സൈഡ് ഓക്കെയാണ്. ഓക്കെ, ഇതിനകത്തൊരു ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടച്ച് സ്ക്രീനുണ്ട്. പിന്നെ സീറ്റ് കവർ ഫ്രണ്ടിൽ ചെറിയൊരു ഡാമേജ് ഉണ്ട്, വേറെ വിഷയമൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ് അല്ലേ? AC LXI അല്ലേ? LXI. ഓക്കെ, വണ്ടിയുടെ ഈ സൈഡ് നോക്കിയാലും വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. അപ്പോൾ 2013 വണ്ടി. ടയർ കണ്ടീഷൻ ഒരെണ്ണം മാത്രമേ മോശമുള്ളൂ, ബാക്കി 3 ഒരെണ്ണേ മോശമുള്ളൂ, ബാക്കിയെല്ലാം കൊള്ളാം. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി ചെക്ക് ചെയ്യാം. ഈ വണ്ടി നമുക്ക് വെറും ഒരു 1,60,000 രൂപ ഫൈനൽ കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാം. 1,65. ഫിനാൻസ് ആണെങ്കിലും ഒരു 10-15 രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി 1,00,000 രൂപ ഫിനാൻസ് എടുക്കും. 13 മോഡലാണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 42,000 കിലോമീറ്റർ ആണ്. അപ്പോൾ അടുത്ത വണ്ടി സ്പാർക്ക് 2011 മോഡൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 2011 വണ്ടിയോ? 2011 വണ്ടി. 26 പേപ്പറുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഫുൾ ഓപ്ഷൻ LT ആണ്. LT വേരിയന്റ് ആണ്. അതെ, LT വേരിയന്റ് ആണ്. ഓക്കെ, വണ്ടി പെയിന്റിങ് ചെറിയ മങ്ങലുണ്ട്. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ടയർ ആവറേജ് അല്ല കേട്ടോ, കൊള്ളാം. ടയർ കണ്ടീഷൻ ഗുഡാണ്. കാണുന്നത് ഒരു
എബോ 70% ടയർ ഉണ്ട്. പിന്നെ മൈനൂർ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കാണല്ലോ ബ്രോ? പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. വേറെ ത്രോട്ടൽ ബാഡിക്കുള്ള കംപ്ലൈൻറ്റോ അങ്ങനത്തെ വേറെ പ്രശ്നമൊന്നും കാര്യമൊന്നുമില്ല. LTM 4x4 വരുന്ന വണ്ടിയല്ലേ? ഓക്കെ, 4x4 AC പോസ്റ്ററിങ്ങനെ വരുന്ന വണ്ടിയാണ്. ഒരു സ്റ്റീരിയോ ഇരിപ്പുണ്ട്. വണ്ടി കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ലല്ലോ? എല്ലാം AC എല്ലാം വർക്കിംഗ് ആണല്ലോ? എത്രയ്ക്ക് കൊടുക്കാം? ഈ സ്പാർക്ക് വണ്ടി നമുക്കൊരു ബഡ്ജറ്റ് കാറാണ്, ഒരു 68,000 കൊടുക്കാം. 68,000 കൊടുക്കും. അടുത്ത വണ്ടി സ്കോർപിയോ, ഒരു ബെസ്റ്റ് ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് സ്കോർപിയോ 2006 മോഡൽ സ്കോർപിയോ. ഈ വണ്ടി വരുന്ന 3rd ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 2026 റീടെസ്റ്റ് വരുന്നുണ്ട്. അതെ, 26 പേപ്പറുണ്ട്. ടാക്സ് ഇനി 3 മാസം കൂടെ ടാക്സ് ഉള്ളൂ. ഇൻഷുറൻസ് ഇല്ല. പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും. പുത്ത ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കാം. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്? ഇല്ല, ടയർ കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല. ബാക്കിലത്തെ ടയർ രണ്ടും ആവറേജ് ആണ്. ഇന്റീരിയർ ഫാബ്രിക് ആണ്, പക്ഷേ മോഡലിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണല്ലോ ബ്രോ? എഞ്ചിൻ കണ്ടീഷനൊക്കെ പക്കയാണ്. ഒരു ടച്ച് സ്ക്രീനൊക്കെ ഇരിപ്പുണ്ട്. 4 പവറിൻ്റെ വരുന്നുണ്ടല്ലേ? 4 പവറിൻ്റെ വർക്കിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ്. AC വർക്കിംഗ് ആണ്, പക്ഷേ ബട്ട് കൂളിംഗ് ഇല്ല. കമ്പൾസർ എടുക്കുന്നുണ്ട്, കൂളിംഗ് ഇല്ല. അത് നമ്മളത് പണിയാൻ നിൽക്കുന്നില്ല. ഓക്കെ, 2006 വണ്ടി സ്കോർപിയോ. അത്യാവശ്യം ബഡ്ജറ്റ് വണ്ടിയാണല്ലേ? ബഡ്ജറ്റ് സെഗ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ വണ്ടി വഴി കിടക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊന്നുമില്ല. ചില ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. നമ്മളിപ്പോൾ ഒരു ഇന്നോവയ്ക്ക് എക്സ്ചേഞ്ച് വന്നപ്പോൾ എടുത്തേ ഉള്ളൂ. ഞാൻ ഈ വണ്ടി നമ്മൾ മേജറായിട്ട് വണ്ടി ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുന്നു, വണ്ടി വഴി കിടക്കുന്നു, ഓവർ ഹീറ്റ് ആവുന്നു, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. കസ്റ്റമർ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്, നെയ്യാറ്റിങ്ങനെയുള്ള വണ്ടിയാണ്. ഓക്കെ, എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? ഈ വണ്ടി ടയർ ഫ്രണ്ട് പുതിയ ടയറാണ്. ഈ വണ്ടി നമുക്ക് പുതിയ ഇൻഷുറൻസ് എടുത്ത് വെറും 97,000 കൊടുക്കാം. വെറും 97,000 രൂപ ചോദിക്കുന്നുണ്ട് 2006 സ്കോർപിയോക്ക്. ഓക്കെ, പുതിയ ഷേപ്പ്, 2006 പുതിയ ഷേപ്പ് വരുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടിയും ഐറ്റനാണ്. 3rd ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഫാൻസി നമ്പറാണ് വണ്ടി. 2008 മോഡൽ വണ്ടിയാണ്. 3030 ഫാൻസി നമ്പറാണ്. പിന്നെ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് കാസ്, ചെറിയൊരു കാർ എടുക്കാൻ, ഒരു വീട്ടിൽ പുതിയൊരു സെക്കൻഡ്സ് കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് വണ്ടി എടുക്കാം. ഓക്കെ, ചെറിയൊരു ബഡ്ജറ്റ് കാറാണ്. 8 വണ്ടിയാണല്ലേ? അതെ, 2008 വണ്ടിയാണ്. 2028 ഒരു പേപ്പറുണ്ട്. 3rd ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. മാഗിനാണ്, എന്നാലും ഡീഫോഗറും ബാക്ക് വൈപ്പറും വരുന്നുണ്ട് വണ്ടിയാണല്ലേ? വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, ഒന്നുമില്ല. ബോഡിയൊക്കെ നീറ്റാണ്, വേറെ സ്ക്രാച്ച് ഒന്നുമില്ല. വേറെ കിലോമീറ്റർ ആയിരുന്നു അതിൻ്റെ? കിലോമീറ്റർ 1,80,000. 1,80,000. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, ഒരു സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. 4x4 AC പോസ്റ്റർ ഇങ്ങനെ വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ കൃത്യമുണ്ടോ? വേറെ പ്രശ്നമൊന്നുമില്ല. ബോഡിയിൽ വേറെ ഡെൻഡോ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും കാണില്ല. എല്ലാം സ്പോർട്സിൽ ഇൻബിൽറ്റ് സ്റ്റീരിയോ വരും. ഇതിൽ ഇൻബിൽറ്റ് സ്റ്റീരിയോ വരത്തില്ല, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ബാക്ക് വൈപ്പർ എല്ലാം വരും. എല്ലാം വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വില? ഈ വണ്ടി നമുക്കൊരു 1,15 രൂപ കസ്റ്റമർ. നല്ലൊരു ബഡ്ജറ്റ് കാറാണ്, ധൈര്യമായിട്ട് എടുക്കാം. വേറെ കംപ്ലൈൻസ് ഒന്നുമില്ല. AC വർക്കിംഗ് ആണ്, 4 പവറിൻ്റെ വർക്കിംഗ് ആണ്, ബാക്ക് വൈപ്പർ, റീഫോഗർ, പവർ സ്റ്റിയറിംഗ്, AC എല്ലാം വർക്കിംഗ് ആണ്. 1,15,000 രൂപയ്ക്ക് വണ്ടി കൊടുത്തു. വണ്ടി മാരുതി 800 അല്ലേ? അടുത്ത വണ്ടി മാരുതി 800 2004 മോഡൽ വണ്ടിയാണ്. 2029 ലാസ്റ്റ് വരെ വണ്ടി പേപ്പർ വാങ്ങുന്നത് ക്ലിയർ ആണ്. അപ്പം ഓൾമോസ്റ്റ് 5 വർഷത്തോളം പേപ്പർ ഉണ്ട്. അതെ. ഓക്കെ, 2004 വണ്ടി MBF വണ്ടിയല്ലേ? അല്ല, MBF ഇത് കാർബറേറ്റർ, പക്ഷേ വിത്ത് AC വരുന്ന വണ്ടിയാണ്. AC വർക്കിംഗ് ആണ്. AC വർക്കിംഗ് ആണ്. അതെ, AC വർക്കിംഗ്. പക്ഷേ വണ്ടി കൊള്ളാം കേട്ടോ, ബോഡി ക്വാളിറ്റി ഒക്കെ നീറ്റാണ്. അല്ലേ, വലിയ കുഴപ്പമില്ല. സ്ക്രാച്ച് ഒന്നുമില്ല. എയർ കണ്ടീഷൻ കൊള്ളാം. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? AC എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, ഇന്റീരിയർ കണ്ടീഷൻ സീറ്റുകളുണ്ട്, അത് കുഴപ്പമില്ല, ആവറേജ് ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ബോഡി ക്വാളിറ്റി ആയിക്കോളാം കേട്ടോ, ഡെൻഡോ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല, നീറ്റ് കണ്ടീഷൻ ഇരിപ്പുണ്ട്. അപ്പോൾ 2004 വണ്ടി 29 പേപ്പർ വരുന്നുണ്ട്. AC വരുന്ന വണ്ടി, AC വർക്കിംഗ് ആണ്. ഈ വണ്ടി നമുക്ക് ഫൈനൽ ഒരു 52,000 രൂപ കൊടുക്കാം. 52,000 കൊടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി ഒരു സെൻ SUV ആണ്. 2007 മോഡൽ വണ്ടിയാണ്. 3rd ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇൻഷുറൻസ് ഇന്ന് എടുത്തേ ഉള്ളൂ, പുതിയ ഇൻഷുറൻസ്. 27 പേപ്പറുണ്ട്. അതെ, 2027 പേപ്പറുള്ള വണ്ടിയാണ്. ഓക്കെ, വേറെ മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി വേറെ ഒന്നുമില്ല. ടെസ്റ്റ് ചെയ്യുമ്പോൾ പെയിന്റ് ചെയ്യണമല്ലോ. ഏതാ ടെസ്റ്റ് ചെയ്യപ്പോഴേ പെയിന്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. ഓക്കെ, വേറെ ഒന്നും ചെയ്യണ്ടല്ലേ? ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ഗുഡാണ്. ഗുഡാണ്. LXI വണ്ടി. AC എല്ലാം വർക്കിംഗ് ആണല്ലോ ബ്രോ? എല്ലാം വർക്കിംഗ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോ. ഓക്കെ, നിലവിൽ 27 പേപ്പർ വരുന്നുണ്ട് അല്ലേ? അതെ, 2 പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, സ്റ്റീരിയോ ഇരിപ്പുണ്ട്. വണ്ടി ആ ഒരു മോഡൽ വെച്ച് നോക്കുമ്പോൾ വണ്ടി നല്ല വൃത്തിയുണ്ടല്ലേ? നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഹെഡ്ലൈറ്റ് ചെറിയൊരു മങ്ങലുണ്ടെന്നേ ഉള്ളൂ, അത് ജസ്റ്റ് പോളിഷ് ചെയ്താൽ ക്ലിയർ ആവും. KL01 വണ്ടിയാണ്. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? നമുക്കിതൊരു 82,000 രൂപയാണ് എക്സ്പെക്ടേഷൻ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് പ്രൈസ് നെഗോസിയേഷൻ ആണ്. വിളിച്ചാൽ മതി, നമുക്ക് മാക്സിമം ഉള്ള റേറ്റ് നമ്മൾ നെഗോസിയേഷൻ ചെയ്ത് കൊടുക്കും. അടുത്ത വണ്ടിയും ഒരു ഓട്ടോ കേട്ടനാണ്. ഇതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അതെ, 2015 മോഡലിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ VXA ആണ് വണ്ടി. VXA വണ്ടിയാണ്. ഓക്കെ, 2015 വണ്ടി സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ എത്ര ബ്രോ? കിലോമീറ്ററാണ് ഈ വണ്ടിയിൽ ഹൈലൈറ്റ്. കിലോമീറ്റർ പ്രോപ്പറായിട്ട് 1,98,000 കിലോമീറ്റർ ആയിട്ടുണ്ട്.
പക്ഷേ ഫുൾ കമ്പനി സർവീസാണ്. അതിൽ ഒരു കോംപ്രമൈസ് ഇല്ല, പ്രോപ്പർ കമ്പനി സർവീസാണ്. ഒരു 50,000 ഓടിയ വണ്ടി നമ്മൾ ഡ്രിവൻ ചെയ്തില്ലേ, സെയിം ക്വാളിറ്റിയാണ്. അത്രയും കണ്ടീഷനാണ്. കമ്പനി സർവീസ് ആണെങ്കിൽ വണ്ടി വലിയ പ്രശ്നമുണ്ടോ? കറക്റ്റ് കമ്പനി സർവീസാണ്. അതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് ആയിക്കോട്ടെ, എന്തൊക്കെ ഉണ്ടോ പ്രോപ്പർ കമ്പനി സർവീസാണ്. വണ്ടിയുടെ ഇന്റീരിയറൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC പവർ സ്റ്റിയറിംഗ്. കറക്റ്റ് കിലോമീറ്ററിൽ വണ്ടിക്ക് എന്തൊക്കെയാണോ സർവീസിൽ ചേഞ്ച് ചെയ്യാനുള്ളത് എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ ബ്രോ, അപ്പം കറക്റ്റ് സർവീസിന് അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഈ വണ്ടി നമ്മൾ കസ്റ്റമർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുക. കമ്പനിൻ്റെ താഴെ ഇടും, പിന്നെ ഹിസ്റ്ററി ചെക്ക് ചെയ്യുക, വണ്ടി വന്ന് ക്വാളിറ്റിയും കൂടെ ചെക്ക് ചെയ്യുക. ഓടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമ്പനിസ് നമ്മൾ താഴെ എന്തെങ്കിലും ഇട്ടാലും കുഴപ്പമില്ല. വണ്ടി അത്രയും ജെന്യൂൻ ആണ്. ആദ്യം വണ്ടി ഓടിച്ച് നോക്കിയതിന് ശേഷം കംപ്ലൈന്റ് പറയാം. അതാണ് വണ്ടി എടുക്കാൻ താല്പര്യമുള്ള വണ്ടി വന്ന് ഓടിച്ച് നോക്കുക. ഈ പറഞ്ഞ ഹിസ്റ്ററി ഒന്നും പക്ക അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കുക. കൊടുത്തേക്കാം. വണ്ടി പ്രോപ്പർ ആണ്. 97,98,000 കിലോമീറ്റർ കറക്റ്റ് സർവീസ് ആണ്. റീസെന്റ് ആയിട്ട് വരികയാണ് അടുപ്പിച്ചത്. അപ്പോൾ അത്രയും കണ്ടീഷനാണ് വണ്ടി. അപ്പോൾ നമുക്ക് എത്ര കൊടുക്കാം? ഈ വണ്ടി നമുക്ക് ഫൈനലായിട്ട് 2,13,000 രൂപയ്ക്ക് കൊടുക്കാം. 2,13,000 കൊടുക്കാം. ഫിനാൻസ് ഫുൾ ഫിനാൻസ് ആയിരിക്കും. ഓക്കെ. അടുത്ത വണ്ടി വാഗണറാണ്. ഈ വണ്ടിക്കുള്ള ഹൈലൈറ്റ് ഇനി അടുത്ത 5 കൊല്ലത്തേക്ക് കസ്റ്റമർക്ക് പേപ്പർ കാര്യങ്ങൾ നോക്കണ്ട. 5 വർഷം പേപ്പർ ഇൻഷുറൻസ് മാത്രം പെർ ഇയർ ബൈ ഇയർ എടുത്ത് പോകുന്നുള്ള ഒറ്റ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ടെസ്റ്റ് കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞതുള്ളൂ ടെസ്റ്റ്. ഓക്കെ. അപ്പോൾ മോഡൽ ഏതായിരുന്നു? മോഡൽ 2010 വണ്ടിയാണ് വരുന്നത്. 10 വണ്ടി. 10 6 മാസം വരുന്ന വണ്ടിയാണ്. ന്യൂ ഷേപ്പ് ആണല്ലേ? പക്ഷേ ന്യൂ ഷേപ്പാണ്. K സീരീസ് ആണ് വണ്ടി. K സീരീസ് ന്യൂ ഷേപ്പ് വണ്ടി. പക്ഷേ വണ്ടി നീറ്റാണ് കേട്ടോ. സ്ക്രാച്ചസ് എന്തൊന്നും കാണുന്നില്ല. LXI ആണ് വണ്ടി വരുന്നത്. എയർ കണ്ടീഷൻ 4 ഗുഡാണ്. അതുപോലെ ഒരു എബോവ് 80% ടയറുണ്ട്. ഇതിന് സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട്. അത് വൃത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു ഫുള്ളിൻ്റെ സ്റ്റീരിയോ ഇരിപ്പുണ്ട്. ടൂഡർ പവറുണ്ട്. AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടി. ബ്രോ ഇതിന് കിലോമീറ്റർ ഓണർഷിപ്പ് എത്രയായി? 72,500 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ അല്ല, സിംഗിൾ ഓണറാണ്. പേര് മാറാണ്ട് തരത്തില്ല, അങ്ങനെ പേര് മാറിയതാണ് നമ്മുടെ പേരിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ പേര് മാറാൻ കൊടുക്കാതെ നിങ്ങളുടെ പേരിലൂടെ മാറ്റി ടെസ്റ്റ് റീടെസ്റ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഓക്കെ. 5 വർഷം പേപ്പർ ഉണ്ട്, ഒന്നും ചെയ്യാനില്ല. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. വണ്ടി നല്ല ഗൺ കണ്ടീഷനിൽ ഇരുന്നുണ്ട്. വണ്ടി ഒരു കുഴപ്പമില്ല. എത്ര കൊടുക്കാം നമുക്ക്? ഈ വണ്ടി ഫൈനൽ വെറും 1,90,000 കൊടുക്കാം. ഏറ്റവും കുറച്ചാണ് പ്രൈസ് പറയുന്നത്. 2010 K സീരീസ് വണ്ടിയാണ്. 1,95,000 ഫൈനൽ കൊടുക്കാം. 5 വർഷം പേപ്പർ ഉള്ള വണ്ടിയാണ്. ന്യൂ ഷേപ്പ് വണ്ടിയാണ്. K സീരീസിന് വരെ വണ്ടി വരുന്നത്. എന്തായാലും മൈലേജ് 15 എന്തായാലും കിട്ടും. 15 കൂടുതലേ കിട്ടത്തുള്ളൂ K സീരീസിന്. ഓക്കെ. അപ്പോൾ അടുത്തോണ്ട് കേട്ടനോ, അതും സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 2019 മോഡൽ വണ്ടിയാണ്. 2019 മാനുഫാക്ചറിങ്, 2019 ലാസ്റ്റ് രജിസ്ട്രേഷനാണ് വണ്ടി. ചെയ്തിട്ടുണ്ടല്ലേ? ഈ വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ്. 42,500 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇതും പ്രോപ്പർ കമ്പനി സർവീസാണ് വണ്ടി. 42,500 കിലോമീറ്റർ കമ്പനി സർവീസ്. അതെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. വണ്ടി നീറ്റാണ്. ഡെന്റോ സ്ക്രാച്ചസ് ഒന്നുമില്ല. ഈ വണ്ടിക്ക് അത്യാവശ്യം VX ഫുൾ ഓപ്ഷൻ അതെല്ലാം വരുന്നുണ്ട്. എന്നാലും കസ്റ്റമർ ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. സോങ് ബേഡിന്റെ സ്പീക്കേഴ്സ് വെച്ചിട്ടുണ്ട്. അതെ, സ്പീക്കേഴ്സ് വെച്ചിട്ടുണ്ട്. അതിൽ 4 പവർ ആക്കിയിട്ടുണ്ടല്ലേ? ടൂഡർ പവറിന്റെ അല്ലേ വരത്തുള്ളൂ VX-ൽ. 4 പവറിന്റെ ആക്കിയിട്ടുണ്ട്. ഓക്കെ. ടച്ച് സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ആൻഡ്രോയിഡ് സീറ്റ് വെച്ചിട്ടുണ്ട്. ടൂഡർ പവറിൻ്റെ ഉള്ളതിന് 4 പവറിൻ്റെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടല്ലേ? ഫ്രണ്ടിലുണ്ട്, പുറകിലും. ഓക്കെ. അതിൽ ഓൾട്ടക്കേടുന്നാകുമ്പം ടാക്കോമീറ്റർ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ മോഡിഫിക്കേഷൻ കാര്യങ്ങൾ. പിന്നെ ഈ DRLൊക്കെ ഇത് ഇൻഡിക്കേറ്റർ ഇതിലും വരും. DRLൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ അതിലും വരും. 3 കളറാണ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? ഈ വണ്ടി നമുക്കൊരു 3,30,000 കൊടുക്കാം. 3,30,000 നമുക്ക് ഓൾമോസ്റ്റ് ഒരു 30,000 രൂപ മതി. ബാക്കി നമുക്ക് 3 ലക്ഷം രൂപ ഫിനാൻസ് ഇറക്കാം. അടുത്ത വണ്ടി 2013 മോഡൽ ഐറ്റനാണ്. മാഗ്ന വരുന്ന വണ്ടിയാണ്. VT എഞ്ചിൻ വരുന്നതാണ്. സെക്കൻഡ് ഓണർഷിപ്പ് 62,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ് 62,000 കിലോമീറ്റർ. വണ്ടിയിൽ പുതിയ ടയറുണ്ട്. ബാക്കിൽ ആവറേജ് ആവറേജ് ഇല്ല, 50% ടയർ. ഓക്കെ. എന്നാലും കൊള്ളാം. ബോഡിയിൽ വലിയ ഡെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. 1.2 ലിറ്റർ വരുന്നത്. അതെ, 1.2. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. ഇന്റീരിയർ സീറ്റ് കവറുണ്ട്, വൃത്തിയുണ്ട് കേട്ടോ. പിന്നെ സ്റ്റീല് കാര്യങ്ങൾ ബാക്കിൽ സ്പീക്കേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. മാഗ്നയാണ്. 4 പവറിൻ്റെ വരുന്നുണ്ട്. AC വരുന്നുണ്ട്. JBCയുടെ സീറ്റ് വെച്ചിട്ടുണ്ട്. AC എല്ലാം വർക്കിംഗ് ആണല്ലോ ബ്രോ? എല്ലാം വർക്കിംഗ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? അപ്പോൾ 1.2 ലിറ്റർ കാപ്പ 2 എഞ്ചിൻ വരുന്ന വണ്ടിയാണല്ലേ? മൈലേജ് എന്തായാലും ഒരു 12-14 റേഞ്ച് കിട്ടും. 15 താഴെ കിട്ടത്തുള്ളൂ. കാരണം 1.2 ലിറ്റർ എഞ്ചിനല്ലേ. പെർഫോമൻസിന് വ്യത്യാസമാണ്, വേരിയേഷൻസ് ഉണ്ടാവും. നല്ല പെർഫോമൻസ് ആണ് വണ്ടി. നല്ല പെർഫോമൻസ് ആണ്. ഓടിക്കാൻ നല്ല ഡ്രൈവിംഗ് കംഫർട്ടബിൾ. അപ്പോൾ എത്ര കൊടുക്കാം നമുക്ക് വണ്ടി? ഈ വണ്ടി നമുക്കൊരു 1,85,000 കൊടുക്കാം. 13 മോഡൽ വണ്ടിയാണ്. 1,85,000 കൊടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി A സ്റ്റാർ ആണ്. 2010 മോഡൽ വണ്ടിയാണ്. ഓക്കെ. 2010 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 1 ലക്ഷം കിലോമീറ്റർ പ്രോപ്പർ ആയിട്ടുണ്ട്. ടെസ്റ്റ് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാനുണ്ടോ? ടെസ്റ്റ് സമയമായിട്ടില്ല. പുതിയ ടാക്സ് എടുത്തിട്ടുണ്ട്. ഇൻഷുറൻസ് നിലവിലുണ്ട്.
ഇത് ടാക്സ് എടുത്തിട്ടുണ്ട്. ടാക്സ് പുതിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ 5 വർഷത്തേക്ക് പുതിയ ടാക്സ് കസ്റ്റമർക്ക് ടാക്സിനാണ് 2030 വരെ ടാക്സ് അടച്ചിട്ടുണ്ട്. ടാക്സിനാണ് ഇപ്പോൾ പൈസ. ടാക്സിനല്ലേ പൈസ വരുന്നത്. ഇപ്പോൾ ടാക്സ് ശതമാനം കൂട്ടിയല്ലോ ഒന്നും ചെയ്യുമ്പോൾ 50% ഹൈക്ക് ചെയ്ത് തരുന്നത്. ടയറിനാലും പുതിയതുണ്ട്. അതെ, ടയറിനാലും പുതിയതുണ്ട്. ടെസ്റ്റിന് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യണം. ടെസ്റ്റ് ഫീസ് 3000 രൂപ അടയ്ക്കുക. ഈ 2025 നവംബർ മാസത്തിൽ ടെസ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. വണ്ടി ഇവിടെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ തന്നെ ടെസ്റ്റും ചെയ്യും. കാരണം നീറ്റാണ് കേട്ടോ, വേറെ ഒന്നും ചെയ്യാൻ ഇങ്ങനെ കൊണ്ടുവന്ന അല്ല, നമ്മൾ ആ ടെസ്റ്റിന് വേണ്ടി എല്ലാം ചെയ്യും. ഇനി എടുക്കുന്ന കസ്റ്റമേഴ്സിന് അങ്ങനെ ഈ വണ്ടി പെയിന്റിങ്ങിന് കൊണ്ടുപോകുക അങ്ങനത്തെ വേറെ റിസ്ക് വരുന്നില്ല. പെയിന്റിങ്ങിൽ നീറ്റായിട്ട് കൊണ്ടുപോകട്ടോ ഉള്ള കാര്യം പറയാം. കാണാനുള്ളൂ, പെയിൻ്റൊക്കെ പക്ക കണ്ടീഷനാണ്, വേറെ ഡെൻ്റ് ഇല്ല, സ്ക്രാച്ചസ് ഇല്ല, സുഖമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. വേറെ ഉറക്കൊന്നും വന്നില്ല, ഇങ്ങനെയാണ് ചെയ്യാം അല്ലേ? ഓക്കെ. LXI ആണ്, ഇതിനകത്ത് 2 പവറുണ്ട്, AC പവർ സ്റ്റിയറിംഗ് അതെല്ലാം വരുന്നുണ്ട്, സ്റ്റീരിയോ ഉണ്ട് ടയറിൻ്റെ. ഓക്കെ. A-സ്റ്റാറിൻ്റെ മൈലേജ് എത്ര കിട്ടും ബ്രോ? A-സ്റ്റാറിൻ്റെ മൈലേജ് ഓട്ടോയ്ക്കാലും ഒരുപടി താഴ്ന്നേ കിട്ടത്തില്ല. ഓട്ടോ 800 cc ഇല്ലേ, ഇത് നമുക്ക് ഏകദേശം ഒരു 15 ആ റേഞ്ച് മൈലേജ് കിട്ടും. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരും നമുക്ക്? ഈ വണ്ടി നമുക്കൊരു 1.35 നമുക്ക് ഫൈനൽ കൊടുത്തേക്കാം. 1,35,000 രൂപയ്ക്ക് നമ്മൾ ടാക്സ് അടച്ചിട്ടുണ്ട്. 5 വർഷത്തേക്ക് പുതിയ ടാക്സ് ഉണ്ട് വണ്ടി. റീടെസ്റ്റ് മാത്രം കസ്റ്റമർ ചെയ്യണം. കസ്റ്റമർ ബുദ്ധിമുട്ടണ്ട. ആ നവംബർ മാസം ആകുമ്പോൾ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ടെസ്റ്റ് ഫീസ് തരുവാണെങ്കിൽ നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഈ കണ്ടീഷൻ ആയിരിക്കണം. സ്ക്രാച്ച് ഓടിക്കുന്നെങ്കിൽ ഒന്നും ചെയ്യണം, ചെയ്യാം. പക്ഷേ നമ്മുടെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? നമ്മൾ ഈ എപ്പിസോഡ് ഫുൾ ബഡ്ജറ്റ് കാറായിരുന്നു. അടുത്ത എപ്പിസോഡിൽ കുറച്ചുകൂടെ വണ്ടികൾ കാണിക്കാം. കുറച്ച് ബഡ്ജറ്റ് കൂടിയ മോഡൽ ഇന്നോവ കാര്യങ്ങളൊക്കെ വണ്ടി എടുപ്പുണ്ട്. അടുത്ത എപ്പിസോഡ് കാണാം.